ഡോക്ടർ നല്ല ബ്ലീഡിംഗ് ഉണ്ട്. അയ്യോ, ഇയാള് പ്രഗ്നന്റ് അല്ലേ? ഇത് വളരെ ക്രിട്ടിക്കലാണ് ഡോക്ടർ. പേഷ്യന്റിനെ വേഗം ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യൂ. എടാ ധനുഷേ, എന്നെ ചതിക്കാൻ ശ്രമിച്ച ഇതായിരിക്കും അവസ്ഥ. നിന്റെ ഭാര്യയുടെ പ്രഗ്നൻസി ഇപ്പൊ തീരും. നിന്റെ കൈകൊണ്ട് തന്നെ നീ നിന്റെ കുഞ്ഞിനെ കൊന്നു. ഈ സന്തോഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ദുഃഖം അഭിനയിക്കും. കുഞ്ഞ് നഷ്ടപ്പെടുന്ന നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കരയുകയും ചെയ്യും. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ഇപ്പം തന്നെ ഡോക്ടർ ഒന്ന് പറയും. സ്നേഹ മോളെ മോളെ സ്നേഹ മോളെ വേഗം കൊണ്ടുപോ, വേഗം കൊണ്ടുപോ, പോ. എന്താ എന്റെ മോളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചത്? പേടിക്കണ്ട, പേഷ്യന്റിനെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തതാ. അപ്പൊ സംഗതി സീരിയസ് ആയി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. ഏത് ഡോക്ടർ വിചാരിച്ചാലും അവളുടെ പ്രഗ്നൻസി ഇതോടെ തീരും. സ്നേഹ, ബഹളം വെക്കാതിരിക്കേ. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തോ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. പ്രഗ്നൻസി സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. ഡോക്ടർ, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്. ടെൻഷൻ ആവണ്ട, ജസ്റ്റ് റിലാക്സ്. നമുക്ക് ശ്രമിച്ചു നോക്കാം. മോനെ, മോൻ വിഷമിക്കണ്ട. അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഞാൻ പറയാൻ വന്നത്, ഇവിടെ വരുമ്പോ തന്നെ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഐസിയുലേക്ക് മാറ്റിയത്. സ്നേഹയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രഗ്നൻസി അബോട്ടായിപ്പോയി. ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദിവസവും എത്രയോ കേസുകൾ ഇതുപോലെ നടക്കുന്നു. നെക്സ്റ്റ് ടൈം അവർക്കെല്ലാം കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഇത് ലൈഫിന്റെ അവസാനമൊന്നുമല്ല. നിങ്ങൾ വേണം ഭാര്യയ്ക്ക് ധൈര്യം കൊടുക്കാൻ. ഡോക്ടർ,
അവരൊരുപാട് ആഗ്രഹിച്ച കുഞ്ഞായത്. എല്ലാവരും അങ്ങനെ തന്നെയാ. പക്ഷെ ചിലതൊക്കെ ഫെയിലായി പോവും. ഒരു എക്സാം എഴുതിയാ എല്ലാവരും ജയിക്കാറില്ലല്ലോ. എന്ന് വെച്ച് തോറ്റവരെല്ലാം നിരാശപ്പെട്ടാണോ ഇരിക്കുന്നത്? നെവർ. നെക്സ്റ്റ് ടൈം അവർ പരീക്ഷ എഴുതും, ജയിക്കുകയും ചെയ്യും. ലൈഫും അതുപോലെയാണ്. ഇതെല്ലാം ഓരോ പരീക്ഷണങ്ങളാണ്. ഞങ്ങൾ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നു. ചിലത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ വിധിയാണ്. അടുത്ത തവണ എല്ലാം ശരിയാകും. അത് കലക്കി. സിദ്ധന്റെ മരുന്ന് പൊളിച്ചു. ധനുഷേ, ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന്. ഒരു ദൈവമല്ല, ഞാനാ ഡിസ്പോസ് ചെയ്തത്. അത് നിന്നെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിച്ചു, നീ പോലും അറിയാതെ. അടുത്ത തവണ ശരിയാവും പോലും. ഒന്നും ശരിയാവും പോകുന്നില്ല. ഇനി നിനക്കൊരു കുഞ്ഞുണ്ടായാലും ഇത് തന്നെയായിരിക്കും അനുഭവം. ഒരു വിക്കറ്റ് പോയി. ഇനി അടുത്ത വിക്കറ്റ് അർച്ചനയുടേതാ. അതും ഞാൻ തെറിപ്പിക്കും. മോനെ, സമാധാനിക്ക്. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. താനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും സംഭവിച്ചത് തൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടും അല്ല. പിന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ? അങ്ങനൊന്നും ആരും പറഞ്ഞില്ലല്ലോ. താൻ എന്തിനാ ഈ എഴുതപ്പുറം വായിക്കുന്നേ? മനസ്സ് വല്ലാതെ തളർന്നു പോകുന്നു സച്ചേട്ടാ. എടോ, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? ലോകത്ത് എല്ലായിടത്തുള്ള ആളുകൾ ജീവിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണോ? പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണോ ദൈവം ധനോ ഐശ്വര്യമൊക്കെ കൊടുക്കുന്നത്? പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും ഒക്കെ ദൈവത്തിന് ഒരുപോലെയാണ്. അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് മാത്രം ദൈവത്തിന് ഇഷ്ടമല്ല. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ ദൈവം വെറുക്കും. തുലാഭാരം തൂക്കുന്ന ആ തട്ട് പൊട്ടിയത് ആ കണ്ണുകളിലൊരെണ്ണം ദ്രവിച്ചു പോയതാണെന്ന് മനസ്സിൽ ഉറച്ചു വിശ്വസിച്ച പിന്നെ ഇങ്ങനൊരു സംശയം ഉണ്ടാവില്ല. ഇതേ തുലാഭാരത്തട്ട് ശരിയാക്കി നാളെ വീണ്ടും പല ആളുകളും അതിൽ തുലാഭാരം നടത്തും. ഇന്ന് മുടങ്ങിയ തുലാഭാരം നാളെ നമ്മളും പോയി നടത്തും. ഇതൊന്നും ഒരു പ്രശ്നമല്ല. താൻ മനസ്സിന്റെ ബലം കളയരുത്. എന്തു വന്നാലും ഞാനില്ലേ കൂടെ. അതല്ല സച്ചേട്ടാ, നെല്ലിശ്ശേരിയിൽ ഇപ്പൊ ഉണ്ടായ പ്രശ്നങ്ങള്. താനൊന്ന് മതിയാക്കുന്നുണ്ടോ? ഇനി ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത ദിവസം പോയി ഒന്നുകൂടി തുലാഭാരം നടത്താം. ദാ ഇപ്പൊ ജ്യൂസ് കുടിക്ക്. ഒന്നും കഴിക്കാനും കുടിക്കാനും തോന്നില്ല എടുത്തി. അതൊക്കെ നമ്മുടെ ഈ അവസ്ഥയിൽ തോന്നുന്നതാ. ഗർഭിണികളായ പെൺകുട്ടികളുടെ മനസ്സിന് എപ്പോഴും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഉള്ളില് ഒരു പുതിയ ജീവനും കൂടിയാ ഉണ്ടാവുന്നെ. അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കും. ഇനി അങ്ങോട്ട് അർച്ചനയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. അതില്ലാത്ത ഒരു നിമിഷം പോലും അർച്ചനയ്ക്ക് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. എല്ലാ പെൺകുട്ടികളുടെ ജീവിതത്തിലും കടന്നു വരുന്ന ഒരു വലിയ പ്രതിസന്ധി അത്. ഇതുപോലെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മളത് നമ്മുടെ വയറ്റിലുള്ള കുഞ്ഞുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കും. അതാ ഇതിന്റെ സൈക്കോളജി. ചില ജ്യോത്സ്യന്മാരും പ്രായമായ ആൾക്കാരും ഒക്കെ ഓരോരോ കഥകൾ പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുകയും ചെയ്യും. ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലാകുന്നത് മുതൽ
ജനിക്കുന്നത് വരെ അതിനെ സംരക്ഷിക്കുന്നത് ഈ പ്രകൃതിയാ. നമ്മളതിനെ കൊണ്ടു നടക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളിന്ന് പോകുന്നുണ്ടോ? പോണം. ഇനിയൊരു ദിവസം വന്ന് നേർച്ച നടത്താം. അനക്കയെ വിളിക്കുന്ന. എടുക്ക്. എന്താ അനക്കെ? ഏട്ടത്തി നമ്മുടെ സ്നേഹയുടെ പ്രഗ്നൻസി അബോർട്ടായി പോയി. നീ എന്താ പറഞ്ഞ? സത്യമാണ് ഏട്ടത്തി. സ്നേഹ ഇപ്പൊ ഹോസ്പിറ്റലില. ഏട്ടത്തി ഒന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് പോണം. സ്നേഹിക്കത് വലിയ ആശ്വാസമായിരിക്കും. പാവം എത്ര ആശിച്ചതാ. സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി. ഞാൻ ഫോൺ വെക്കുക. അർച്ചന, അർച്ചന എന്താ? അർച്ചന എന്താ? അർച്ചന നീ കാര്യം പറ. അർച്ചന എന്താ ഉണ്ടായേ? അർച്ചന, ഏയ്, അർച്ചന, അർച്ചന, അച്ഛോ, ഏയ്, അർച്ചന, അർച്ചനെ, അർച്ചന, അയ്യോ സച്ചി, എന്താ പറ്റിയേ? എന്താ പറ്റിയേ? അർച്ചന, 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 എന്താ വീര്? അയ്യോ എന്റെ പോക്ക് എന്ത് പറ്റി? മോളെ അച്ചു, അർച്ചന, എന്താ പറ്റിയേ? അർച്ചന, മോളെ അച്ചു എന്താ പറ്റിയേ? മോനെ സച്ചി, അർച്ചനയ്ക്ക് എന്താ പറ്റിയേ? അർച്ചന, മോളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ശരി. മോളെ, കണ്ണൂർക്ക് മോളെ അർച്ചന. കണ്ണു തുറക്ക്. അച്ചു, അർച്ചന, മോളെ, തനിക്ക് ഒഴുക്കി മോളെ, കുറച്ചൊരു ഒഴുക്കി. അർച്ചന, അർച്ചന, അച്ചു, കണ്ണൂർക്ക്. അർച്ചന, എന്താ? എന്താ മോളെ, എന്താ പറ്റിയേ? ആശുപത്രിയിൽ പോണോ? വേഗം ആശുപത്രി കൊണ്ടുപോവാ സച്ചി. അർച്ചന, എന്താ മോളെ, നിനക്ക് എന്താ ഉണ്ടായത്? ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോ അനക്കയുടെ ഫോൺ വന്നു. അവളോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് മയങ്ങി വീണു. എന്താ ഉണ്ടായത്? മോളെ, നെല്ലിശ്ശേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനെന്തിനെ കരയുന്നേ? എന്താ പറ്റിയെന്ന് പറ. സ്നേഹ അവള് ഹോസ്പിറ്റലില. അർച്ചന, അവക്ക് എന്താ പറ്റിയേ? അവളുടെ കുഞ്ഞു പോയമ്മ. ഈശ്വര, എടോ, താൻ എന്തായി പറയുന്നേ? പാവം ധനുഷ് സ്നേഹം എത്രമാത്രം മോഹിച്ചതാ. എന്തിനാ ദൈവം അവരോട് ഇങ്ങനെ ക്രൂരത കാണിച്ചത്? ആ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിന്റെ പേരിൽ നീ ഇങ്ങനെ കരഞ്ഞു ബഹളം വയ്ക്കല്ലേ. നിന്റെ ഉള്ളിലും ഒരു കുഞ്ഞു ജീവനുണ്ട്, അത് മറക്കരുത്. താൻ എഴുന്നേക്ക്, വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് വയ്യ അവളെ കാണാൻ. അവളുടെ ഉള്ളിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ എങ്ങനെ അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക? എല്ലാം എന്റെ ഭാഗ്യദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? മോളെ, അങ്ങനെയൊന്നും വിഷമിക്കണ്ട. ആരും ഒന്നും പറയില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോ സ്നേഹയുടെ കുഞ്ഞു പോയത് നിന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ലല്ലോ, അത് ഓരോരുത്തരുടെ വിധിയാ, അല്ലാതെന്താ? എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ.
ആരും ഒന്നും പറയില്ല. നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ മീരച്ചി, മോളെ ഇങ്ങെടുക്ക്. അവള് നല്ല ഉറക്കത്തില്ല. അവളെ ഞാൻ നോക്കിക്കോളാം. അങ്ങ് തളർന്നു പോവല്ലേ. എന്തു വന്നാലും ധൈര്യത്തോടെ നേരിടണം. താൻ സ്നേഹിച്ചെന്ന് ആശ്വസിപ്പിക്കണം. അവള് ആകെ തളർന്നിട്ടുണ്ടാവും ഇപ്പോ. ഞാൻ അവളോട് എന്ത് പറയാനാ? പോയത് പോട്ടെ, സാരമില്ലാന്നോ? എന്തൊരു വിധിയ. ഏട്ടത്തിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? ഒരിക്കലും ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ? അന്ന് ഏട്ടത്തിക്ക് ഇങ്ങനെയൊക്കെയാണോ തോന്നിയത്? ആദ്യം കുറച്ച് വിഷമമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അത് വെറുതെ പോയതല്ലല്ലോ, മനഃപൂർവ്വം ഇല്ലാതാക്കിയതല്ലേ. ആര്? എടുത്തി ഇതെങ്ങനെയാ? എനിക്കറിയില്ല ഏട്ടത്തി. മോളെ നീ വിഷമിക്കണ്ട. നിന്നെ എന്ത് പറഞ്ഞ മോളെ ഞാൻ ആശ്വസിപ്പിക്കേണ്ട? അത് തന്നെ ഞാനും പറഞ്ഞത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ശരിക്കും എന്താ സംഭവിച്ച? പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ? ധനുഷ് തന്നൊരു മാമ്പഴ ജ്യൂസ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ധനുഷ് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. അവൻ നന്നായി എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇനി അതൊരു കള്ളമായിരുന്നോ? ഒരു ജ്യൂസ് കുടിച്ചാ പ്രഗ്നൻസി പോവോ? ഞങ്ങൾ എന്തോ ഒരു സ്വപ്നം കണ്ടത് ഏട്ടത്തി. ധനുഷ്, ആ മാമ്പഴം ഫ്രഷ് ആയിരുന്നല്ലോ അല്ലേ? നല്ല ഫ്രഷ് മാമ്പഴം തന്നെ ആയിരുന്നു അത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി തീരും. പറഞ്ഞ് ഇവിടെ ഇപ്പം എൻ്റെ നേരെ എല്ലാം തിരിച്ചുകൊണ്ട് വരികയാണല്ലോ. ഇതെങ്ങനെ തെളിയിക്കപ്പെട്ടാ ഞാൻ കുടുങ്ങും. ഇതിൻ്റെ കുന്തമുന ഇവക്ക് നേരെ തന്നെ തിരിച്ചു വെച്ചേ പറ്റൂ. ഇതിപ്പോ വേറൊന്നും കൊണ്ട് സംഭവിച്ചതല്ല. നിന്റെ വയറ്റിൽ ഒരെണ്ണം ജനിച്ചിട്ടില്ലേ, അതിൻ്റെ ജാതകദോഷം കൊണ്ടാ ഇതെല്ലാം.
ദേ അനാവശ്യം പറയരുത്. ആവശ്യമാണോ അനാവശ്യമാണോ എന്നൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവല്ലോ. എന്തായാലും അർച്ചന പ്രസവിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ. ഇവളുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞപ്പോ തൊട്ടുണ്ടായ കുഴപ്പങ്ങളാ ഇതൊക്കെ. നീ എന്താ അതൊക്കെ മറന്നുപോയോ? ആദ്യം നന്ദേട്ടനും ഞാനും തമ്മിൽ വഴക്കുണ്ടായി. അത് കഴിഞ്ഞ് തുലാഭാരം തൂക്കിയപ്പോ തട്ടുപൊട്ടി വീണു. ഇപ്പതാ സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞും പോയി. ഇതിനപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ? എടുത്തി, ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയല്ലേ. എന്റെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്.